ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാം. ഇനി നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ ഇനി സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ആദ്യം സ്റ്റൗവിൽ ഒരു പാൻ വെക്കുക. അതിലേക്ക് അവിൽ ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ അവിലെല്ലാം നന്നായി വറുത്തെടുക്കാട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ടുള്ളത്. അവില് വിറവായി വരുന്നതുവരെ ഇളക്കി കൊടുക്കാം. ഇതിന് അവില് കൊണ്ടുള്ള ലഡു സ്നാക്സ് എന്നൊക്കെ പറയാട്ടോ. ഇത് നല്ല മധുരമുള്ള സ്നാക്കാണ്. 2-3 മിനിറ്റ് കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന സ്നാക്കാണ്. ഇതിലേക്ക് തോനെ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടട്ടോ. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അവില് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ എടുത്ത് പൊടിച്ചാല് പൊടിയുന്നതാണ് ഇതിന്റെ പരിവം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതേ ഫ്രൈ പാൻ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 3 അച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ശർക്കര നന്നായി മെൽറ്റ് ചെയ്തെടുക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന സ്നാക്കാണ്. ശർക്കര മെൽറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ശർക്കര നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച അവലിട്ട് കൊടുക്കാം. അവലിട്ട് കൊടുത്താൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങ ചിരകിയതാണ്. 1/2 മുറി തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് കഷ്ണങ്ങളാക്കിയതാട്ടോ. ഇനി ഇതിലേക്ക് 3 ഏലക്കായ ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ഇടാട്ടോ. നട്ട്സ് ഇട്ട് കൊടുത്താൽ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. ഇതെല്ലാതും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. നട്ട്സും തേങ്ങ എല്ലായിടത്തും എത്തുന്ന പോലെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ചൊന്ന് ചൂടാറാൻ വെക്കാം. മുഴുവനായിട്ട് ചൂടാറരുത്. അതുകൊണ്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ചൂടാറിയാൽ മതി. കയ്യിൽ കുറച്ച് ഓയിൽ പരത്തിയിട്ട് ഞാനിത് മുഴുവൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അവല് കൊണ്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ലഡു ആണ്. ഇതിന് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ്. നിങ്ങളൊക്കെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. തോനെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുമല്ലോ.